വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഒരു ഓഫർ സെയിലാണ്. അപ്പൊ ഞാൻ ദുപ്പട്ടാസിന്റെ ആണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ടോപ്പ് 3 പീസ് സെറ്റില് ദുപ്പട്ട വേണ്ട ടോപ്പ് ഓൺലി ചെയ്യുന്നവരുണ്ട്, നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ദുപ്പട്ടാസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഓഫർ സെയിലാണ്. നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 299 ആണ്. ദുപ്പട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് 299 സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞാനിപ്പം എന്താ പറയാ, നമ്മളിപ്പം ഇതിനകത്ത് ക്ലോസ് ആയിട്ട് ഞാൻ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ചോ റിട്ടേണോ ഇല്ല. അപ്പൊ അത് ഞാൻ ഒന്നും കൂടെ ഞാൻ എന്താ പറയാ, ഡിസൈൻ പിന്നെ കളറിൽ വേരിയേഷൻ എന്ന് പറയുമ്പോൾ അത് ക്യാമറയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ആവുന്ന വീഡിയോയുടെ ആയിരിക്കണം, എനിക്കറിയില്ല. ഞാൻ എന്നാലും മാക്സിമം ക്ലോസ് ആയിട്ട് ഇട്ടുതരാം. ഇതിൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവർ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഫുൾ ആയിട്ടുള്ള ഇത് കണ്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഓണം ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇതുപോലെ ഒരു ജെറിയുടെ ബോർഡർ വന്നിട്ട് ഇതേപോലെ വന്ന് ഇതേപോലെ ഇതൊരു ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. ഈ കണ്ടോ, ഇതിനകത്ത് ഒരു ഡോട്ട്, ഒരു ലൈൻസും ഡോട്ടും വന്ന് ഇതിനകത്ത് വൺ സൈഡ് ബോർഡർ വന്നേക്കുന്നതാണ്. ഇത് കണ്ടോ, ഹാൻഡ് വർക്ക്, അതായത് ഇത് മൽക്കോട്ടൺ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇതിവിടെ വർക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തതിൽ ഞങ്ങൾ ചെയ്തേക്കുന്ന ദുപ്പട്ടാസ് ആണ്. ഇത് കണ്ടോ, വൺ സൈഡിൽ ഇതേപോലെ ഈ ഒരു എന്താ പറയാ ഹാൻഡ് വർക്ക് വന്നിട്ട് സ്കാൽപ്പ് ഡിസൈൻ ഉണ്ട്. ഓൾ ഓവർ ഇതിനകത്തോട്ട് ഒരു സീക്വൻസും ഉണ്ട് കണ്ടോ. ഓൾ ഓവർ സീക്വൻസ്. മൽക്കോട്ടൺ ആണ് ഫാബ്രിക്, ഭയങ്കര സ്മൂത്ത് ആണ്. നമ്മൾ ഇത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ വാഷ് ചെയ്യണം, ബെസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഓക്കെ, ഇങ്ങനെ വന്നേക്കുന്നതായിരുന്നു അത്. ഇതാ ഇതിന്റെ ഈ ഒരു സൈഡിലേക്കാണ് ത്രെഡ്, ഒരു ഗോട്ടയുടെ വർക്കും ത്രെഡൊക്കെ വന്നേക്കുന്നുണ്ട്. കോർണറിലേക്ക് ആപ്ലിക്ക് ചെയ്ത് ഒരു എംബ്രോയിഡറി എല്ലാം ആയിട്ട് വന്നേക്കുന്നതാണ്. ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് സ്കാലപ്പ് ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് സീക്വൻസ് ഒക്കെ ഉണ്ട് കണ്ടോ. സ്കാലപ്പാണ് കേട്ടോ, 4 സൈഡ് എംബ്രോയിഡറി സ്കാലപ്പാണ്. അത് ഈ മെറൂൺ കളർ തന്നെ ആയതുകൊണ്ട് കാണുന്നില്ല കണ്ടോ. ഇതുപോലെ ആയിരിക്കും, ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ എന്നിട്ട് അതിന്റെ എൻഡിലേക്കാണ് ഇതുപോലെ ഈ ഒരു ഫ്ലവർ 4 കോർണറിലേക്കാണ് ഇതേപോലെ ഈ ഒരു ഫ്ലവർ. ഒരു മെറ്റീരിയൽ ആയിരിക്കും കണ്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് പ്യുവർ വിസ്കോസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ആ ഫാബ്രിക് അത്രയും സ്മൂത്ത് ആണ്. ഇതും 2 ലെയർ, ഒരു ലെയർ കട്ട് ബീഡ് ഇട്ടിട്ട് ഇതിന്റെ വർക്ക് ചെയ്തേക്കണുണ്ടോ. ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതും 4 സൈഡ് സ്കാൽപ്പാണ്. ഇതുപോലെ കണ്ടോ, ഹാൻഡ് വർക്ക് ആണ്. നോക്ക്, ക്ലോസ് ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹാൻഡ് വർക്ക് സ്കാൽപ്പ് ചെയ്തിട്ട് അതേപോലെ ഇതുപോലെ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതും. ഡബിൾ ഷെയ്ഡ് അല്ല, ട്രൈ കളർ ആണ് ഇതിനകത്തോട്ട്. പീക്കോക്ക്, ഡാർക്ക് പീക്കോക്ക്. ഇത് നോക്കി, ഹാൻഡ് വർക്ക് കണ്ടോ ഇതിനകത്തോട്ട്, ഫുള്ളി ഹാൻഡ് വർക്ക്. എന്നിട്ട് ട്രൈ കളറിൽ ഇതാണ് അതിന്റെ കളേഴ്സ് വരുന്നത്. 3 കളേഴ്സ് ആയിട്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്തതാണ്. ദുപ്പട്ടയൊക്കെ ഇങ്ങനെ വരും. ഇതിന്റെ കളറ് ഇതുപോലെ. ഇതാണ് ഈ സൈഡായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ കണ്ടോ, വൺ സൈഡ് സ്കാലപ്പ് ഒക്കെ ഇട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇത് ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. ടിഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഈ ഒരു ഫാബ്രിക് ആണ്. ഇത് 1 ലെയറും കാണിച്ചു തരാം കണ്ടോ. ഇതുപോലെ ആയിരിക്കും ഈ ഒരു ദുപ്പട്ട. എൻഡിലേക്ക് ഇതേപോലെ ടാസിൽസ് ഒക്കെ വന്നിട്ട് ഇതുപോലെ കണ്ടോ. അപ്പൊ ഞാൻ ക്ലോസ് ആയിട്ട് ഇതിന്റെ വർക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് കാണിച്ചത് കണ്ടോ. ലാവൻഡർ മിക്സ് ആയിട്ടുള്ള ഡാർക്ക് ഒരു കളർ, ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട്. ഇതിന് എൻഡിൽ ടാസിൽസോ കാര്യങ്ങളോ ഇല്ല. ഇതുപോലെ ഒരു ക്രഷ്ഡ് ഫാബ്രിക്. നമുക്ക് ഡാർക്ക് കളർ എന്ത് കുർത്തിക്കും യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഒരു സിൽക്കി ഫീൽ തോന്നുന്ന എന്തെങ്കിലും കുർത്തി ഇട്ടിട്ട് ഈ ദുപ്പട്ട പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. ഏതാന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് ഭയങ്കര സ്മൂത്ത് ആണ്. ഇത് കണ്ടോ, ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ ഇത് കോട്ടൺ ഭയങ്കര സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ കണ്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു റേറ്റിലേക്ക് വരുന്നത്. ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിനെ വിത്ത് ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കണ്ടോ. വിത്ത് ഇതുപോലെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് ഇതുപോലെ വരുന്നത്. നല്ലൊരു കളറാട്ടോ. എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കുർത്തി യൂസ് ചെയ്താലും ബെസ്റ്റ് ആയിരിക്കും കണ്ടോ. ഇതിൽ ഏത് കുർത്തി ഉള്ളത്, ബ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം, മെറൂണിന് യൂസ് ചെയ്യാം, ബ്ലാക്കിന് യൂസ് ചെയ്യാം. എൻഡിലേക്ക് ഈ ഒരു ബോർഡറാണ് വരുന്നത് കണ്ടോ. ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ദുപ്പട്ടാസ് എല്ലാവരും കണ്ടോ. ഇതാണ് ഇത് നല്ല രസമുണ്ട് കട. ഓക്കെ, അപ്പം ഇത് പിന്നെ ഇതിന്റെ പ്യുവർ ആണ്. ഇതില് കണ്ടോ, ഇതിപ്പം ഈ എന്താ പറയാ ടൈ ചെയ്ത് വരുന്ന ടൈപ്പാണ്. അയൺ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെച്ച് ആയിട്ട് വരും. ഇത് 4 സൈഡ് ഗോട്ടയുടെ ലേസ്, എൻഡിലോട്ട് ഇതേപോലെ ടാസിൽസ്. ഇത് കണ്ടോ, ടാസിൽസ് എൻഡ് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. കാരണം ദുപ്പട്ട നല്ല അയൺ ചെയ്യുമ്പം ഇതിന്റെ ആ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ വരും കണ്ടോ. ഇതിപ്പോ അയൺ ചെയ്ത ടൈ അങ്ങനെ തന്നെ ഉണ്ട്. അതിന്റെ ടൈ ലേസ് ഇതുപോലെ അരുവത്തേക്കടെ പോയിട്ടുണ്ട് 4 സൈഡും കണ്ടോ. നല്ല രസമാട്ടോ. ഇത് ഭയങ്കര സ്മൂത്ത് ആണ്, നല്ല രസമാണ് ഈ ഫ്ലോറൽ വരുന്നത്. ഓക്കെ കണ്ടോ, ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഇതേപോലെ എൻഡ് ഇതാണ് ബോർഡർ.
4 സൈഡ് ഗോട്ടയുടെ ബോർഡർ വന്നിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക് ഇതും നമുക്ക് എനിക്ക് തോന്നുന്നു ഡ്രൈ വാഷ് ചെയ്യേണ്ട ഫാബ്രിക് ആണ് കേട്ടോ. ഫാബ്രിക്കാണ്. ഇതിൽ 1 സൈഡ് ഇതേപോലെ നമുക്ക് ഇങ്ങനത്തെ ബോർഡർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതാ എൻഡിലോട്ടും ഈ ഒരു ഇതുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതുപോലെ മെഹന്തി ഗ്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിന് യൂസ് ചെയ്യാം. ഇതുപോലെ ഓക്കെ. പറഞ്ഞ പോലെ പ്യുവർ ആണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഡ്രൈ വാഷ് ചെയ്യണം. സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4 സൈഡ് ഗോട്ടയുടെ ലേസ് ഉണ്ട്. 4 സൈഡ് ഗോട്ട ലേസ് കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യണം ഇഷ്ടമെങ്കിൽ പിന്നെ ഞങ്ങൾ അയൺ ചെയ്താൽ ഭയങ്കര വലുതായി പോവും. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു സ്റ്റീം അയൺ ചെയ്തിട്ട്. ഇത് നോക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ എല്ലാം തീർന്നു. നമുക്ക് ഇതിപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഇതിനകത്തോട്ട് കണ്ടോ ഓക്കെ. ഇതേപോലെ നല്ലൊരു വർക്കാണ് കേട്ടോ. ഇതൊക്കെ ബ്ലാക്ക് പ്ലെയിനോ അല്ലെങ്കിൽ വൈറ്റിനോ ക്രീമിനോ എന്ത് രസമായിരിക്കും എന്ന് പറയാം. പെയർ ചെയ്ത് ദുപ്പട്ടാസ് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. ചിലർക്ക് ദുപ്പട്ട യൂസ് ചെയ്യണം ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവും. ഇതുപോലെ ഓക്കെ. നല്ല ഇത് വർക്കാണ് കേട്ടോ. ത്രെഡ് വർക്ക്. ലാസ്റ്റ് കാണിക്കുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഞാൻ അത് ലാസ്റ്റ് വെച്ചതാണ്. ഇത് കണ്ടോ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിപ്പോൾ ഒരു ഓണത്തിന് യൂസ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചേക്കണതായിരുന്നു. 4 സൈഡും ഇതേപോലെ ഹാങ്ങിങ് ഉള്ള ഒരു ത്രെഡ് വെച്ചിട്ട് ക്രീമിന് യൂസ് ചെയ്യാൻ അടിപൊളി. 4 സൈഡും നോക്കിയതിൻ്റെ 4 സൈഡ് നിങ്ങൾക്ക് കാണാമെന്നായിരിക്കണം. നെറ്റിന്റെ സോഫ്റ്റ് നെറ്റിന്റെ ഫാബ്രിക് ആണ്. നെറ്റ് കോട്ടയാട്ടോ, നെറ്റല്ല, കോട്ട ഫാബ്രിക് ആണ്. ഇതുപോലെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് ചെക്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കേട്ടോ. പിന്നെ 4 സൈഡ് ഇതേപോലെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് ഞാനിങ്ങനെ ലാസ്റ്റ് വെച്ചേക്കണം ഓണത്തിന് യൂസ് ചെയ്യാന്ന് വെച്ചാൽ. പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 2-3 ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എക്സ്ചേഞ്ചോ റിട്ടേണോ ഉണ്ടാവില്ല. അപ്പോൾ വേണം എന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക. ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചത് അതുകൊണ്ടാണ്.